لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن عائشة رضي الله عنها قالت هند امرأة أبي سفيان للنبي صلى الله عليه وسلم إن أبا سفيان رجل شحيح وليس يعطيني ما يكفيني وولدي إلا ما أخذت منه وهو لا يعلم. قال خذي ما يكفيك وولدك بالمعروف. മുത്തഫഖ് അലൈഹി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഗീബത്തിൻ്റെ ഗൗരവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. ഗീബത്ത് പറയാവതല്ല, കേൾക്കാവതല്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അവർക്കിഷ്ടമില്ലാത്തത് അന്യരോട് പറയേണ്ട അവസ്ഥകൾ വരും. അത്തരം അവസ്ഥകൾ ഏതാണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. അതിന് ഉപോത്ബലകമായ ഹദീസുകളാണ് നവവി ഇമാം ഈ അധ്യായത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ഏതാനും ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ മുനാഫിക്കീങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത്, ഫിത്നയുണ്ടാക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. അവരാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഖാലത്ത് ഹിന്ദു ഇംറഅ, ഒരിക്കൽ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവരാരാണ്? ഇംറഅത്തു അബീ സുഫിയാൻ, അബൂ സുഫിയാനിൻ്റെ ഭാര്യയായ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് കയറി വന്നുകൊണ്ട് ഇപ്രകാരം ഒരു പരാതി പറയുകയാണ്. എന്താ നബി തങ്ങളോട്? ഭർത്താവായ അബൂ സുഫിയാനെ കുറിച്ചാണ് പരാതി. എന്താണ് പരാതി? നബിയെ, ഇന്ന അബാ സുഫിയാൻ, എൻ്റെ ഭർത്താവായ അബൂ സുഫിയാൻ ഉണ്ടല്ലോ, അദ്ദേഹം റജുലുൻ ഷഹീഹുൻ, വളരെ പിശുക്കനായൊരു മനുഷ്യനാണ്. വളരെ പിശുക്കനാണ്. ഷഹീഹ് എന്ന് പറഞ്ഞാൽ എന്താ? ബഖീൽ, അങ്ങേറ്റത്തെ പിശുക്കത്തരുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം? അയാളുടെ കടമയല്ലേ, അദ്ദേഹത്തിൻ്റെ കടമയല്ലേ അയാളെ ഭാര്യയായ എന്നെയും എൻ്റെ മക്കളെയൊക്കെ പോറ്റുക, അവർക്ക് വേണ്ട ഭക്ഷണം തരിക, അവർക്ക് വേണ്ട ചെലവിന് തരിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹക്കല്ലേ, കടമയല്ലേ അയാൾക്ക്. പക്ഷേ വലൈസ യുഅ്തീനി, അദ്ദേഹം എനിക്ക് നൽകാറില്ല. അഅ്താ, നൽകി. യുഅ്തി, വലൈസ യുഅ്തീനി, അദ്ദേഹം എനിക്ക് നൽകാറില്ല. മാ യക്ഫീനി, എനിക്ക് മതിയാകുന്നത്. കഫാ യക്ഫീ എന്ന് പറഞ്ഞാൽ മതിയായത്. എനിക്ക് ആവശ്യത്തിനുള്ള ചെലവ് പോലും തരൂല. വലദി വൽദി എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. വുൽദ് എന്ന് പറയുമ്പോൾ മക്കള്. അപ്പൊ എനിക്കോ എൻ്റെ മക്കൾക്കോ ആവശ്യത്തിനുള്ള ഒരു ചെലവിന് പോലും മൂപ്പര് തരൂല. അത്രയും പിശുക്കനാണ് മൂപ്പര്. എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാ? എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റണ്ടേ? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇല്ലാമാ അഖദ്തു മിൻഹു, ഞാൻ മൂപ്പരെ അടുത്ത് എടുക്കും, ഞാൻ മൂപ്പരെ പോക്കറ്റിൽ നിന്ന് എടുക്കും. വഹുവ ലാ യഅലമു, മൂപ്പരറിയാതെ മൂപ്പരുടെ സഞ്ചിയിൽ നിന്ന് അല്ലെങ്കിൽ പണം വെച്ചോടത്തുനിന്ന് ഞാൻ എനിക്ക് ആവശ്യത്തിനുണ്ട്, മക്കൾക്കും എനിക്കും ആവശ്യത്തിനുള്ള മുതൽ ഞാൻ എടുക്കും. ഇതിനെപ്പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. അത് ഞാൻ മോഷണമാവോ? പോക്കറ്റടിയല്ലേ നടക്കുന്നത്, അറിയാതെ എടുക്കുകയല്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? ഖുദീ, നീ എടുത്തോ, മാ യക്ഫീകി, നിനക്ക് ആവശ്യത്തിനുള്ളത്, വലദക്കി, നിന്റെ മക്കൾക്കും ആവശ്യത്തിനുള്ളത്, ബിൽ മഅറൂഫ്, നാട്ടു നടപ്പനുസരിച്ച്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവശ്യത്തിനുള്ളത് എടുക്കാന്നുള്ള എൻ്റെ ഈ അനുവാദവും വാങ്ങിയിട്ട് ഇങ്ങനെ ആർഭാടത്തിനും അനാവശ്യ ചെലവുകൾക്കും ഒന്നാകെ അടിച്ചു മാറ്റാന്നല്ല ഞാൻ പറയണത്. മൂപ്പര് തരുന്നില്ലേ? മൂപ്പർക്ക് നിങ്ങളെ നോക്കലും നിങ്ങൾക്ക് തരലും ചെലവിന് തരലും നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിന് ആവശ്യമുള്ള നിലക്ക്, അതാണ് ബിൽ മഅറൂഫ്.
മര്യാദ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യത്തിനുള്ളത് നീ എടുത്തോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുകയാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നത്? ഇവിടെ ഇപ്പോൾ ഒരാൾ പിശുക്കനാണ്, എനിക്കും എൻ്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല എന്ന് അബൂ സുഫിയാനെ കുറിച്ച് ഹിന്ദ് എന്ന് പറയുന്ന ഭാര്യ അവർ നബിതങ്ങളോട് പറഞ്ഞത് വാസ്തവത്തിൽ എന്താണ്? ഗീബത്തല്ലേ? ഗീബത്താണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അത് കേട്ടാൽ ഇഷ്ടാവുമോ? ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇഷ്ടാവൂല. പക്ഷെ ഇത് പറയല്ലാതെ നിവൃത്തില്ല. അവിടെ പ്രത്യേകം പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പോയിട്ട് പറയുമ്പോൾ തന്നെ എന്തു വേണം? അത് നമുക്ക് നിവർത്തിച്ച് തരാൻ പറ്റാവുന്നവരോടെ പറയാവൂ. അതാണ്, നമുക്ക് നിവർത്തിച്ച് തരാൻ പറ്റുന്നിടത്ത് പോയിട്ടേ പറയൂ. അല്ലാതെ അയലോക്കാരോട് പോയിട്ട് പറയരുത് എൻ്റെ പുതിയാപ്പിളുണ്ട്, എൻ്റെ മാപ്പിള ഒന്നും തരൂല, എനിക്കും കുട്ടികൾക്കൊന്നും ചിലവേര് തരുന്നില്ല. അയൽ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ മറ്റ് പെണ്ണുങ്ങളോട്, സ്നേഹിതകളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പറയേണ്ടിടത്ത് മാത്രം പറയേണ്ട അളവിൽ പറയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അന്നത്തെ കോടതി. അവിടുത്തെ കുടുംബ കോടതി അവിടെയാണ് പോയിട്ട് ആവലാതി ബോധിപ്പിക്കേണ്ടത്. വേറെ ആരോടും പറഞ്ഞ് നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടാൽ അവിടുന്നാണ് ഖാദി, അവിടുന്നാണ് ഭരണാധികാരി. അവിടേക്ക് അബൂ സുഫിയാനെ വിളിച്ചിട്ട് പറയാൻ പറ്റും, നടപടിയെടുക്കാൻ പറ്റും. അപ്പം ആവലാതി കൊടുക്കേണ്ട പ്രത്യേകമായ അതോറിറ്റിയോട് പോയിട്ട് പറയേണ്ടുന്ന അളവിൽ മാത്രം തനിക്കുള്ള ആവലാതി പറയുന്ന ഘട്ടങ്ങളിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഗീബത്ത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതാണ് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതല്ലാതെ മറ്റൊരു ഫായിദയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇത് പറയാൻ പാടില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യക്കും മക്കൾക്കും മര്യാദ പ്രകാരം ചെലവിന് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണല്ലോ. അത് ഖുർആൻ പറയുന്നതല്ലേ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ, പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളത്. സ്ത്രീകളെക്കാൾ ഒരു പദവി പുരുഷന്മാർക്ക് കൊടുത്തു. എന്തുകൊണ്ടാണത്? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, പ്രകൃത്യാ തന്നെ ചില പ്രത്യേകതകൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കുണ്ട്. അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിഞ്ഞി സ്ത്രീ സമത്വവാദികളോ ഫെമിനിസത്തിൻ്റെ ആളുകളോ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പ്രകൃത്യാ ഒരു പ്രത്യേകത ഉണ്ട്, അത് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം അവരുടെ മേൽ ഒന്നാകെ കയറി ഭരിച്ച് അവരെ ഇടങ്ങേറാക്കാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. കണ്ടോ, അടുത്ത കാരണം പറയുന്നത് എന്താ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ മുതലിൽ നിന്ന് അവരാ ചെലവഴിക്കേണ്ടത്. ഒരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ചു, ആ പെണ്ണ് വലിയ ധനാഢ്യയാണ്, അല്ലെങ്കിൽ അവൾക്ക് ഒരു ജോലിയുണ്ട്, അവളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. ഭർത്താവായ എനിക്ക് പറയാൻ പറ്റുമോ, നിനക്ക് കാശ് കിട്ടുന്നില്ലേ, നിന്റെ ചെലവും കുട്ടികളുടെ ചെലവൊക്കെ നീയും കൂടെ വഹിക്കണം, അല്ലെങ്കിൽ നീ പോറ്റണം എന്ന് പറയാനൊരു ഭർത്താവിന് അധികാരമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്ത്രീകളെ അടിച്ചമർത്തല്ല, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്ഥാനമാണ് ഇസ്ലാം കൊടുക്കുന്നത്. ശരിക്കും പഠിച്ചു വെച്ചോ, ഇസ്ലാമിൻ്റെ നിയമമാണ് ഈ പറയുന്നത്. ഒരാളൊരു ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ അയാൾക്കറിയാം ഈ പെണ്ണ് ജോലിക്ക് പോകുന്നില്ല, ഇനി ഇയാൾക്ക് തടസ്സമൊന്നുമില്ല. അയാളൊരു കണ്ടീഷനും പറഞ്ഞിട്ടുള്ള, ആയിക്കോട്ടെ ജോലിക്ക് പോയിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു, കല്യാണം നടന്നു, പെണ്ണ് ജോലിക്ക് പോയി, അവൾക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്. 5 പൈസ ഇയാൾക്ക് ചോദിക്കാൻ അവകാശമല്ല. ഭർത്താവിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വാങ്ങാം എന്നുള്ളതല്ലാതെ, എനിക്ക് എൻ്റെ എൻ്റെ ഭാര്യയല്ലേ, ഇവിടുത്തെ ചെലവുകൾ നീയും കൂടെ അറിയണം, നീയും വഹിക്കണം എന്ന് പറയാൻ ഒരു ഭർത്താവിനും അനുവാദമില്ല. ഇത്ര വലിയൊരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നീതിയുടെ ശബ്ദം എവിടെയുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അവർക്ക് പവർ ഉണ്ട് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റുകൾ ഇത് മനസ്സിലാക്കണം. ഫെമിനിസം പറയുന്ന, ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനേയും ഒരു ഇസ്ലാമിക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരും ഇത് മനസ്സിലാക്കണം. ഈ നിയമങ്ങൾ സമൂഹത്തോട് പറയാറുണ്ടോ? ഇതാ ഇസ്ലാമിൻ്റെ നിയമം. പെണ്ണിന് ജോലിക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ? പെണ്ണിന് ജോലിക്ക് പോകാം. അതിന് ചില ഷർത്തുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് ജോലിക്ക് പോകാം. എന്തിന്? അവൾക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ, കുടുംബത്തെ പോറ്റാനല്ല. കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനാണ്, അയാളാണ് ചെയ്യേണ്ടത്.
ഇനി അതേ അവസരത്തിൽ കല്യാണം നടക്കുന്ന അവസരത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ജോലിയൊക്കെ ഉള്ളതല്ലേ, അപ്പം പിന്നെ നീയും എന്നെ ഒന്ന് സഹായിക്കണട്ടോ എന്ന ഒരു കരാറൊക്കെ ആ നിലക്കുള്ള ഒരു ഉടമ്പടിയോ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് അവർ വിവാഹത്തിൻ്റെ ശേഷം അല്ല വിവാഹത്തിൻ്റെ ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് വിരോധമൊന്നുമില്ല. അതല്ലാത്ത നിലയ്ക്ക് യാതൊരു ന്യായവുമില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതായപ്പോഴാണ് എന്ത് പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അനുവാദമില്ലാതെ അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തോ, ആവശ്യമുള്ളത് നിനക്ക് എടുക്കാം, നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യത്തിനുള്ളത് എടുക്കാം, അയാൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, അത് നിങ്ങളുടെ റൈറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനെ കൃത്യമായ നിലക്കുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെയും പരാതി ബോധിപ്പിക്കുന്നിടത്തും മറ്റൊരാളുടെ ഗീബത്ത് പറയേണ്ടത് എന്നുകൂടി ഇതിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഇതാണ് വിഷയകമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത അധ്യായം ബാബു തഹരീമിൻ നമീമ. നമീമത്ത് നിഷിദ്ധമാണ്. എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ ഗീബത്ത് പോലെ തന്നെ മറ്റൊന്നാണ് നമീമത്ത്. നമീമത്ത് എന്ന് പറയുന്നത് എന്താ? നമീമത്തിന് മലയാളത്തിൽ നമ്മൾ ഭാഷാന്തരം നൽകുമ്പോൾ പറയാറുള്ള പദം ഏഷണി എന്നാണ്. എന്താ ഏഷണി എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, 2 തലക്കലും കത്തുന്ന പന്തം കൊണ്ട് നടുക്ക് പിടിച്ച് മിന്നാന്ന് പറഞ്ഞാൽ 2 തലക്കലും മൂപ്പര് പോയി കത്തിക്കും, എന്നിട്ട് 2 ഇടത്ത് വിട്ടുങ്ങാണ്ട് മൂപ്പര് മിന്നും എന്ന് സാധാരണ പറയും. മണ്ണെണ്ണ വാരുന്ന പരിപാടി എന്ന് പറയും. അതായത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടിയും പോയിട്ട് അത് ആളിക്കത്തിക്കും. ഇങ്ങനെ ഏഷണി പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം ഒരാളടുത്ത് നിന്ന് കേട്ടത് തങ്ങളെക്കുറിച്ച് മറ്റേ ആൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ന് ഇവിടെ പോയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുക, അവിടുന്ന് കേൾക്കണത് ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി കൂട്ടുക. അങ്ങനെ ഏഷണി കൂട്ടി നടക്കുന്നത് തനിച്ച ഹറാമാണ്. എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ? വഹിയ നഖ്ലുൽ കലാമി, സംസാരത്തെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കലാണ്. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. ഇവിടുന്ന് കിട്ടിയത് അവിടെ കൊടുക്കുക, അവിടുന്ന് കിട്ടിയത് ഇവിടെ തരിക. എന്തിന്? അലാ ജിഹത്തിൽ ഇഫ്സാദി, ഫസാദ് ഉണ്ടാക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയിട്ട്. ഇപ്പം ഫസാദ് ഉണ്ടാക്കൽ ലക്ഷ്യമല്ലാത്ത നിലക്കാവുമ്പോഴോ ചിലപ്പോൾ അത് അനിവാര്യമായിട്ട് വരും. അപ്പം അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതെപ്പോഴാണ്? അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ മറ്റേ ആളെ പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ട്, ഒരു നല്ലൊരു മുഅ്മിനായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, അയാളെപ്പോലെയാണ് എല്ലാവരും എന്ന് വിചാരിച്ച് എല്ലാവരോടും വളരെ തുറന്ന മനസ്സാണ്, എന്തും പങ്കുവെക്കും, എന്തും ചർച്ച ചെയ്യും, തുറന്ന മനസ്സാണ്, അത്രയും വിശ്വാസമാണ്. അങ്ങനെ ഒരാളോട് എല്ലാ സ്വകാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ വേറൊരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്, ഇത്രയും വിശ്വസിച്ച ഈ മനുഷ്യനെ ഇയാൾ ചതിക്കുന്നുണ്ട്, ഇയാളെപ്പറ്റി മറ്റുള്ളവർക്ക് പോയിട്ട് വേറെ പലതും ഇയാൾ പറയുന്നുണ്ട് എന്ന് വേറൊരു നല്ലവനായ മനുഷ്യൻ കേട്ടാൽ അത്തരം ഘട്ടങ്ങളിൽ ആ ആൾക്ക് ഇയാളോട് പോയിട്ട് പറയാം. എന്തിന്? ഇവർ തമ്മിലുള്ള ബന്ധം വഷളാക്കലോ അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കലോ നീയത്ത് വെച്ചുകൊണ്ടായിരിക്കരുത്, മറിച്ച് ഇയാളുടെ സാധുത്തരം ഇയാൾ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ എല്ലൊന്നും മൂപ്പരോടാണ്ട് പറയണ്ട കേട്ടോ, എല്ലൊന്നും മൂപ്പർക്ക് നിങ്ങൾ അങ്ങോട്ട് കൈമാറണ്ട, കുറച്ചിങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ മൂപ്പർക്ക് ഉണ്ട്, ഒന്ന് കരുതുന്നത് നല്ലതാണ് എന്ന മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പറയാം. ഇതല്ല, ഇത് അവിടെയും തല്ലണം ഇവിടെയും തല്ലണം, 2 കൂട്ടരും കൂടി ഇങ്ങനെ തല്ലിച്ചിട്ട് അവർ പരസ്പരം ഇങ്ങനെ 2 മുട്ടനാടുകളെ തമ്മിൽ പരസ്പരം ഇടികൂടിച്ചിട്ട് ചോര തെറിക്കുമ്പോൾ ആര് നക്കി കുടിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ശൃഗാല ബുദ്ധി, കുറുക്കൻ്റെ ബുദ്ധി, അതാണ് ഏഷണി. അത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തുൽ ഖലമിലെ 11-ാമത്തെ സൂക്തം, ഹമ്മാസിം മശാഇം ബിനമീം. കണ്ടോ, വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് ഹമ്മാസ്, അവൻ കുത്തിപ്പറയുന്നവനാണ്. ഹുമസത്ത്, വൈലുല്ലി കുല്ലി ഹുമസ, ലൂമസ എന്നൊക്കെ പറഞ്ഞില്ലേ, ഹമ്മാസ് ഇങ്ങനെ കുത്തിപ്പറയുന്നവൻ. മശായിൻ, നടക്കുന്നവനാണവൻ. മശാ എന്ന് പറഞ്ഞാൽ നടന്നു. മശാ, അവന് ധാരാളമായിട്ട് അവൻ്റെ തൊഴിൽ തന്നെ എന്താണ്? ഇങ്ങനെ നടക്കല അവൻ്റെ പണി. എന്തും കൊണ്ട്? ബിനമീമിൻ, ഏഷണി കൊണ്ട്. അപ്പം ഏഷണി കൊണ്ട് ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇങ്ങനെ പോയി ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എന്ന് വളരെ വിമർശന സ്വരത്തിൽ, വളരെ ഗൗരവത്തിൽ അള്ളാഹു ആ കുറ്റത്തെ സൂറത്തുൽ ഖലമിൽ പ്രത്യേകം എടുത്ത് താക്കീത് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇത് പറയുന്ന പരദൂഷണത്തിൻ്റെ ആളുകളും ഏഷണിയുടെ ആളുകളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പൊതുതത്വം എന്താണ്? സൂറത്ത് ഖാഫിലെ 18-ാമത്തെ സൂക്തം നമ്മൾ എന്തു പറഞ്ഞാലും അതൊക്കെ വെറുതെയാവില്ല കേട്ടോ, രേഖയിലുണ്ടതൊക്കെ. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഒരു വാചകവും ഉരിയാടുന്നില്ല, ഇല്ലാ ലദൈഹി അവൻ്റെ അടുക്കലുണ്ടായിട്ടല്ലാതെ, റഖീബുൻ അതീദ് വളരെ നിരീക്ഷിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഒരുങ്ങി തയ്യാറായി ഇതൊക്കെ രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരക്ഷരം പറയാൻ നമ്മെക്കൊണ്ട് പറ്റൂല. അതുകൊണ്ട് നല്ലതേ പറയാവൂ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവമാണ്. ഗീബത്ത് പോലെ നമീമത്തും അങ്ങനെ തന്നെയാണ്. വഅൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത നമ്മാം മുത്തഫഖുൻ അലൈഹി. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, സഹാബിയാണ് ഹുദൈഫ, നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശനം കിട്ടൂല. ആര് പ്രവേശിക്കൂല? നമ്മാമുൻ, നമീമത്തുമായി നടക്കുന്നവൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്രയെത്ര കുടുംബങ്ങളെയാണ് ഏഷണിയിലൂടെ തമ്മിൽ തെറ്റിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ നിലക്ക് സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന സൗഹൃദങ്ങൾ എത്രയെത്ര ഏഷണിയിലൂടെ തകർക്കപ്പെട്ടു. പുറത്ത് വന്നിട്ട് പറയും, ഓ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം കേട്ട പാതി അതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് പിന്നെ അവനെ കാണുമ്പോൾ ആ ഒരു മുഖത്തോടു കൂടെ അവനോട് ഇടപെടും. അങ്ങനെ അവർ തമ്മിൽ തെറ്റി. അതേപോലെ ഒരു കുടുംബത്തിൽ, കൂട്ടുകുടുംബത്തിൽ താമസിക്കാൻ ഇഷ്ടമല്ലാത്ത ചില പെണ്ണുങ്ങൾ എന്തു ചെയ്യും? ഭർത്താക്കന്മാരെ ആ വീട്ടിൽ നിന്ന് വേറെ വാടക വീട്ടിലേക്കോ വേറെ വീട്ടിലേക്കോ ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇയാൾ കേൾക്കൂല. അപ്പം ഫിത്തനുണ്ടാക്കും. ഫിത്തനുണ്ടാക്കുക, അവിടുന്ന് പോകൽ നിർബന്ധമാകുന്ന നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ തലയണ മന്ത്രം നടത്തി കാതിൽ കുറുകി കൊടുത്ത് അമ്മായിമ്മയുടെ കുറ്റം പറഞ്ഞ്, ഉമ്മയുടെ കുറ്റം പറഞ്ഞ്, നാത്തൂൻ്റെ കുറ്റം പറഞ്ഞ്, മറ്റേ ആളെ കുറ്റം പറഞ്ഞ്, ഇളയച്ചൻ്റെ കുറ്റം പറഞ്ഞ്, ഇളയച്ചിയുടെ കുറ്റം പറഞ്ഞ്, മൂത്തച്ഛൻ്റെ മൂത്തച്ചിയുടെ ഒക്കെ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ ആരുടെയൊക്കെ കുറ്റം പറയണ്ടോ അതൊക്കെ പറഞ്ഞ് ഇവനെ തരിപ്പ് കയറ്റി അവനാകെ പ്രശ്നത്തിലാക്കി ഇനി ഇവിടെ നിന്നൂടാന്നുള്ള ഇടത്തുകളായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കും. എന്തിനാണ് ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ വഷളാക്കുന്നത്? അങ്ങനെ അതിലൊക്കെ കാരണമായി മാറുന്ന വലിയ ദുഷിച്ച പാപമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗം കിട്ടൂല. ലാ യദ്ഖുലുൽ ജന്നത നമ്മ. പിന്നെ എന്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നോമ്പെടുത്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിലുള്ള പണികൾ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് സ്വർഗം നിഷിദ്ധാണ്. അവർ സ്വർഗത്തിൽ കയറൂല എന്നാണ്. ലാ യദ്ഖുലുൽ ജന്ന, പഠിച്ചു വെക്കുക, ചെറിയ ഹദീസ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല നമ്മാമുൻ, നമീമത്തുമായി നടക്കുന്ന ഏഷണിക്കാരൻ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കൂ. വഅൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ ബിഖബ്റൈനി ഫഖാല ഇന്നഹുമാ ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീർ ബലാ ഇന്നഹു കബീർ അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമതി വഅമ്മൽ ആഖറു فكان لا يستتر من بوله متفق عليه وهذا لفظ إحدى روايات البخاري. قال العلماء معنا وما يعذبان في كبير أي كبير في زعمهما وقيل كبير تركه عليهما. എന്താണ് ഈ പറയുന്നത്? സഹോദരങ്ങളെ, മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആരാ അബ്ദുള്ള? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ. രണ്ടാളും സഹാബിമാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മറ, അവിടുന്ന് നടന്നുപോയി. മറ എന്ന് പറഞ്ഞാൽ നടന്നു. മറ ബി ഖബ്റൈനി, രണ്ട് ഖബറുകൾക്ക് സമീപത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദിബാനി, ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുക തന്നെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഖബറിൻ്റെ അകത്തേക്ക് നോക്കാനോ ഖബറിലുള്ള കാര്യങ്ങൾ അറിയാനോ കേൾക്കാനോ ഒന്നും പറ്റൂല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ 2 ഖബറുകളിൽ നിന്ന് സ്പെഷ്യലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശിക്ഷ പ്രവാചകന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. അവർ ശിക്ഷിക്കപ്പെടുന്ന വിവരം അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞു, അല്ലാതെ ലോകത്ത് നടക്കുന്ന എല്ലാ ഖബറിലും നടക്കുന്ന ശിക്ഷ നബിതങ്ങൾ അറിയുന്നുണ്ട് എന്നല്ല. ഈ 2 സ്പെഷ്യൽ കേസാണ്. ആ 2 ഖബറിൻ്റെ സമീപത്തു കൂടെ നടക്കുമ്പോൾ നബിതങ്ങൾ പറയാണ്, ഇന്നഹുമാ ലയുഅദ്ദിബാനി, ഈ 2 ആളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നിട്ട് നബിതങ്ങൾ ഒരു വാചകം ചേർത്തു പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞ വാചകം? വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, അവർ 2 പേരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഫീ കബീരിൻ, ഒരു വലിയ കാര്യത്തിലൊന്നുമല്ല അവർ 2 ആളും ശിക്ഷിക്കപ്പെടുന്നത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വലിയ കാര്യമല്ലാത്തത് കൊണ്ടല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഉലമാവ് പറയാണ്, പണ്ഡിതന്മാർ പറയാണ്, നബിതങ്ങൾ പറഞ്ഞില്ലേ വലിയ കാര്യത്തിലൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഐ കബീരിൻ ഫീ സഅമിഹിമ, അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ നോട്ടത്തിലും അവരുടെ ചിന്തയിലും ഒന്നും ഇത് വലിയൊരു പാപമായിരുന്നില്ല. അവർ വലിയൊരു പാപമായിട്ട് കാണാത്ത നിസ്സാരമായ 2 സംഗതികളുടെ പേരിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞല്ലോ, വലിയ കാര്യത്തിലൊന്നും അല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ വിചാരിക്കൂല. അല്ലെങ്കിൽ വേറൊരു അർത്ഥം എന്താ അതിനുള്ളത്? ഇതിൽ നിന്ന് ആളുകൾക്ക് ഒഴിവാകാൻ പറ്റാത്ത കാര്യമാണ്. ആളുകൾ അതിൽ വല്ലാതെ അത് ഒഴിവാക്കാൻ പലർക്കും വലിയ പ്രയാസമാണ്. അങ്ങനത്തെ 2 കാര്യത്തിലാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ബലാ ഇന്നഹു കബീർ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് വലിയ കാര്യമാണത്. പക്ഷെ ഒരിക്കത്ര വലിയ കാര്യമായിട്ട് തോന്നിയിരുന്നില്ല, ഇന്ന് പലർക്കും അത് തോന്നുന്നില്ല. എന്നാൽ സംഗതി വലിയ ഗൗരവമാണ്. എന്നിട്ട് എന്താണ് ആ 2 ആളും ശിക്ഷിക്കപ്പെടാനുള്ള കാരണം? അമ്മാഹദുഹുമാ, ആ 2-ൽ ഒരാൾ, അവരിലെ ഒരുവൻ എന്തായിരുന്നു അയാൾക്കുള്ള കുറ്റം? ഫകാന യംശീ ബിന്നമീമത്തി, അയാൾ ഏഷണി കൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു. അയാളെ പണി അതായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ ഏഷണി കൂട്ടാൻ അയാൾ മിടുക്കനാണ്. അങ്ങനെ ഏഷണിയുമായി നടക്കുന്നയാളായിരുന്നു എന്നാണ് ഒന്നാമത്തെ ആളുടെ അബദ്ധമായിട്ട് എടുത്തു പറയുന്നത്. വഅമ്മൽ ആഖർ, മറ്റേ വ്യക്തിയോ ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായും അയാൾ മറ സ്വീകരിക്കാറില്ല. മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാറില്ല. ഇപ്പോൾ വെളിമ്പ്രദേശത്ത് മറയില്ലാതെ മൂത്രമൊഴിക്കുന്നതാവാം. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ലാ യസ്തൻസിഹു മിനൽ ബൗലി എന്നാണ്. അതാണ് ഏറ്റവും ഇതിനോട് യോജിക്കുന്ന വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് കൃത്യമായി ശുദ്ധിയായി മൂത്രം ശരിക്ക് ഒഴുകിപ്പോകുന്നത് വരെ അയാൾ വെയിറ്റ് ചെയ്യാതെ വളരെ പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് പോകും. വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ എന്താ സംഭവിക്കുക? മൂത്രം പിന്നെ ഈറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇങ്ങനത്തെ ഒരു ശിക്ഷ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ടോയ്ലറ്റിൽ ഒരുപാട് മണിക്കൂർ ഇരിക്കണം എന്നൊന്നുമല്ല ഈ പറയുന്നത്. മൂത്രമൊഴിച്ചിട്ട് മൂത്രം മുഴുവൻ പോയി തീർന്നു എന്ന് നമുക്ക് ഉറപ്പ് വരലാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവുക? മൂത്രമൊഴിച്ച് വളരെ പെട്ടെന്ന് കഴുകിയാണ് പോയി കഴിഞ്ഞാൽ പിന്നെയും മൂത്രം അങ്ങനെ വരും. മൂത്രം വരും, നമ്മുടെ ഡ്രസ്സിലാകും, ശരീരത്തിലാകും, നിസ്കാരം വെറുതെയായി, വലിയ പാവായില്ലേ. കാരണം നിസ്കാരത്തിൻ്റെ താക്കോല് തന്നെ ഉദുവല്ലേ. അതിൽ നിസ്കാരത്തിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിലുള്ള മര്യാദയല്ലേ, അദബല്ലേ, ഷർത്തല്ലേ, നിബന്ധനയല്ലേ ഉദു. അതുപോലും നഷ്ടപ്പെടും, ശുദ്ധിയില്ലാതാകും. അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഗൗരവമാണ്. ഒരു മറ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാവാം. മറ്റൊന്ന്, ഈ നിലക്കുള്ള ഈ 2ാമത്തെ വ്യാഖ്യാനമാണ് ഏറ്റവും പ്രബലമായത്. എന്ത്? അയാൾ മൂത്രമൊഴിക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും ശുദ്ധിയായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇന്നത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ആളുകൾ ഇറുകിയ പാൻറ്റും അടിവസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ട് അങ്ങനെ മൂത്രമൊഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ആ മൂത്രം അങ്ങ് ഒഴുകി പോകുന്നതിൻ്റെ മുമ്പേ തിരക്ക് പിടിച്ച് എഴുന്നേറ്റ് പോകും. അങ്ങനെ സംഭവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകളുണ്ട് രോഗം കാരണത്താൽ മൂത്രം ഇങ്ങനെ ഇറ്റിക്കൊണ്ടേയിരിക്കും, മൂത്രവാർച്ചയുടെ അസുഖമുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ കുറേ ഇളവുകളുണ്ട്. അവർ സമയമായിട്ട് മാത്രമേ ഉളു എടുക്കാവൂ. ആ ഉളു കൊണ്ട് അവർ പെട്ടെന്ന് നിസ്കരിക്കണം. അതിൻ്റെ ഇടയിൽ മൂത്രം ഇറ്റിയാലും അവർ കുറ്റക്കാരാകുന്നില്ല. കാരണം അവരുടെ കൺട്രോള് വിട്ടുകഴിഞ്ഞ രോഗമാണത് എന്നുള്ള പ്രശ്നം അതിനുണ്ട്. എന്നാൽ നിയന്ത്രിക്കാനാകുന്ന നിലക്കാണെങ്കിൽ ആളുകൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ തുള്ളി വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അത് നജസ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പുരളാതെ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് പിന്നീട് നമ്മൾ ആ പേപ്പർ എടുത്ത് ഒഴിവാക്കി ശുദ്ധിയായി നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ നിസ്കരിക്കുക. അപ്പം അയാൾക്ക് അങ്ങനെ എപ്പോഴും ഒന്നും മൂത്രം വരുന്നില്ല, മൂത്രം ഒഴിച്ച് ചിലപ്പോൾ 2 അടി നടന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്ന് കുനിഞ്ഞാലൊക്കെയാണ് ചിലപ്പോൾ ഇത് വരിക. അത്തരം കേസുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകൾ, അതും വസ്വാസിൻ്റെ പേര് ചെയ്യരുത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇപ്പം അത് കാത്തിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നേരം പോകുക എന്നല്ലാതെ ആ മൂത്രത്തിൻ്റെ ആ തുള്ളി വരൂല, അതിഞ്ഞ് കുറേ കഴിഞ്ഞാലേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ വല്ല ടിഷ്യൂ പേപ്പർ പോലെയുള്ളതൊക്കെ വെച്ച് നമ്മളെന്ത് ചെയ്യുക, ആ തുള്ളി വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് എടുത്ത് ഒഴിവാക്കുക. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ്, ഉളുവിൻ്റെ മുമ്പായിട്ട് അങ്ങനെ മൂത്രവിസർജനം ചെയ്യണ്ട. അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മതി മൂത്രമൊഴിക്കൽ. അങ്ങനെ മൂത്രമൊഴിച്ചിട്ട് അവരിങ്ങനെ ഒരു സംവിധാനമൊക്കെ ചെയ്ത്, സുരക്ഷാ സംവിധാനമൊക്കെ ചെയ്തിട്ട് അടുത്ത വക്കത്തിൻ്റെ സമയമാകുന്നതിൻ്റെ മുമ്പ് ടോയ്ലറ്റിൽ കയറിയിട്ട് ഈ ടിഷ്യൂ പേപ്പറോ എന്താണോ സംവിധാനം വെച്ചതെങ്കിൽ അത് മാറ്റിയിട്ട് കഴുകി നമ്മൾ ഉളു എടുക്കുക, പിന്നെ അയാൾ നിസ്കാരം നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇറ്റിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിധി അവർക്ക് നമസ്കാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടോ തവാഫിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് കൊണ്ടോ ഒന്നും അവർക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. അത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഇളവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ഈ കാലഘട്ടത്തിലൊക്കെ വളരെ ഗൗരവമാണ്. ആളുകൾ പലപ്പോഴും അവരുടെ നിസ്കാരവും നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിന് സമാനമായൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ മുൻ സഫിലൊക്കെ നിസ്കരിക്കുന്ന പല ചെറുപ്പക്കാരും അവർ നല്ല ടൈറ്റ് പാൻറ് ഇട്ടിട്ടുണ്ടാകും, ഒരു മുറിയൻ ടീഷർട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ശരിക്ക് ചന്തിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കൂല. അത് അവരുടെ ഇരിപ്പിടത്തോളം ഇറങ്ങി തൂങ്ങി നിൽക്കാത്ത അത്തരത്തിലുള്ള ഒരു മുറിയൻ ഒരു കുട്ടിക്കുപ്പായം ധരിച്ചിട്ടുള്ളത് പോലെയുള്ള ടീഷർട്ടുകൾ, അതും ടൈറ്റായിരിക്കും. ഇവർ റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഇവരുടെ ഈ അവരുടെ ബാക്ക് ഭാഗം എന്ത് ചെയ്യാണ്, പച്ചയായി കാണുകയാണ്. അവരുടെ ഔറത്ത് വെളിവാകുകയാണ്. ആ സുജൂദിലൂടെ അവരുടെ നിസ്കാരം ബാത്തിലാവല്ലേ. റുക്കൂയിൽ ചെയ്യുമ്പോൾ തന്നെ നിസ്കാരം ബാത്തിലായി, എന്നിട്ടിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് പല ചെറുപ്പക്കാരും. കാരണം അവനക്കറിയാം എൻ്റെ ടീഷർട്ട് ഇങ്ങനെ പൊങ്ങനുണ്ട്, എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് എന്ന് അവനക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ട്. എന്നിട്ട് അവൻ സുജൂദിക്ക് പോകുമ്പോൾ അങ്ങനെ വലിച്ച്, ഒരു കൈ സുജൂദിൽ കുത്തിയിട്ടുണ്ടാവും, മറ്റേ കൈ കൊണ്ട് ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ടാവും. അവൻ്റെ സുജൂദ് ശരിയാവുക. സുജൂദ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈപ്പത്തികളും നിലത്ത് കുത്തി ചെയ്യേണ്ട കാര്യമല്ലേ. ഒരു കൈപ്പത്തി കുത്തിയിട്ട് മറ്റേ കൈപ്പത്തി ബാക്കിൽ പാൻറ്റിൻ്റെ അവിടെ അങ്ങനെ ടീഷർട്ട് പിടിച്ച് വലിക്കാനുള്ളതാ. അപ്പം ഇതൊക്കെ സഹോദരങ്ങളെ എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ കാണുന്നത്. എന്താണ്, ഒന്നുകില്ല നല്ല അടിയിൽ നല്ല അടിവസ്ത്രം അവൻ എന്ത് ചെയ്യുക, ബനിയൻ ധരിക്കുക, അതല്ലെങ്കിൽ കുറച്ച് നീളമുള്ള ആ നിലക്ക് അങ്ങനെ കുനിഞ്ഞാലൊന്നും തൻ്റെ ഔറത്ത് വെളിവാകാത്ത നിലക്കുള്ള ഭദ്രമായ നിലക്കുള്ള മാന്യമായ വസ്ത്രം ധരിക്കുക. ഇതൊന്നുമില്ലാതെ ആളുകൾക്കൊന്നൊരു ട്രെൻഡാണ് തൻ്റെ അടിവസ്ത്രത്തിൻ്റെ, തൻ്റെ അണ്ടർവെയറിൻ്റെ കമ്പനിയൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കാണണമെന്ന് വരെ ചിന്തിച്ചിട്ട് നടക്കുന്ന ഇന്നത്തെ കുത്തഴിഞ്ഞ ഒരു തലമുറ, വിഡ്ഢികളുടെ ഒരു സമൂഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞ് നടക്കണം. അവനാൻ്റെ അടിവസ്ത്രത്തിൻ്റെ ബ്രാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ടൈറ്റുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇതൊക്കെ ഏതാ കമ്പനി എന്നൊക്കെ മറ്റുള്ളവർ അറിയട്ടെ, ഞാൻ മോശക്കാരനല്ല, ഞാൻ കുറച്ചുള്ള വീട്ടിലത്തെയാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന പമ്പര വിഡ്ഢികൾ. എത്ര വഷളമാണ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് അവരവരുടെ വസ്ത്രം എടുത്തിട്ടോ ഉടുക്കാതെ അഴിച്ചിട്ടോ അഴിച്ചിടാതെയോ ഒക്കെ നടന്നോ, അതിനൊന്നും വിരോധമല്ല. ഈ രാജ്യത്ത് ലോകത്ത് ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മുസ്ലിമാണോ, അവൻ്റെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത വേണ്ടേ, ഖബറിൽ സമാധാനം വേണ്ടേ, രക്ഷ വേണ്ടേ, പരലോക കോടതിയിൽ രക്ഷപ്പെടണ്ടേ, അതിന് അവൻ്റെ അമലുകൾക്ക് സ്വീകാര്യത കിട്ടുന്ന വിധത്തിൽ അവൻ്റെ വസ്ത്രധാരണവും ശുചിത്വവും ഒക്കെ സ്വീകരിക്കണ്ടേ. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം ഏഷണിയുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു പ്രശ്നമാണ്, വല്ലാത്തൊരു പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അലാ ഉനബ്ബിഉകും മൽ അളുഹു ഹിയൻ നമീമത്തു അൽഖാലത്തു ബൈനന്നാസ്. റവാഹു മുസ്ലിം. എന്താ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, മൽ അൽഹു, എന്താണ് അൽഹ്? അൽഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. എന്താ അൽഹ് എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ തന്നെ അതിന് അർത്ഥം കൊടുത്തു. ഹിയൻ നമീമത്തു, അത് ഏഷണിയാണ്. അൽ ഖാലത്തു ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏഷണിക്കാണ് എന്തു പറയുക,
അൽ അലുഹു എന്ന് പറയുക. അത് സൂക്ഷിക്കണം. അതിൻ്റെ വക്താക്കളായി നിങ്ങൾ മാറരുത്. തനിച്ച കള്ളമാണത്, അപരാധമാണത്, വൻ പാപമാണത്, നിങ്ങളുടെ ഖബറിൽ ശാന്തി നഷ്ടപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ഹദീസിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വൻ പാപങ്ങളാണ് ഈ വിധത്തിൽ. ഒരിക്കലും അതിനോട് നമ്മൾ അടുത്തു പോകരുത്. മറ്റുള്ളവരുടെ ഏഷണി നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അവനെ നമുക്കാണ് വിശ്വസിക്കാൻ പറ്റൂല. അവൻ നമ്മളെ കാര്യം വേറുള്ളോടത്തും കൊടുക്കും. അവിടുന്ന് കിട്ടിയത് ഇവിടെ ഫസാദ് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന മനുഷ്യൻ ഒരു വേള നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂപ്പര് മറ്റവനോടും പോയിട്ട് പറയും. അത്തരക്കാർ നമ്മളുടെ കാര്യത്തിൽ മാത്രം ഒരു മുത്തക്കിയൊന്നും ആവൂല. ഫസാദ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിന്ന് ഒഴിവാണ്. എൻ്റെ സാധുത്തരം ഒരാൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഒരു മാന്യനായ മനുഷ്യൻ, നിങ്ങളെല്ലാ രഹസ്യമൊന്നും അയാളോട് പറയണം കേട്ടോ, വേറൊന്നും പറഞ്ഞിട്ടില്ല, ഫസാദൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളൊന്ന് കരുതി സംസാരിച്ചോളൂ, ഒന്ന് കരുതി ഇടപെട്ടോളൂ എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അതിനൊട്ട് തകരാറുമില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ഓരോരുത്തരുടെയും ഉദ്ദേശമൊക്കെ അള്ളാഹുവിന് അറിയാം. ഇത് ഫസാദ് ഉദ്ദേശിച്ചിട്ടാണോ പറയണത്, ഇസ്ലാഹ് ഉദ്ദേശിച്ചിട്ടാണോ പറയണത്? ഇത് മനുഷ്യനല്ലല്ലോ, ഇത് രേഖപ്പെടുത്തുന്ന റഹ്മാനായ റബ്ബിന് എല്ലാം അറിയാലോ. അല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹി. സൂറത്തുൽ ബഖറ 220 ആയത്തിൽ അള്ളാഹ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പം എങ്ങനെ തിരിച്ചറിയാന്ന്? അള്ളാഹുടെ അടുത്ത് തിരിച്ചറിവുണ്ട്. റബ്ബ് അതൊക്കെ മറക്കൂല. വല്ലാഹു യഅലമുൽ മുഫ്സിദ, കുഴപ്പക്കാരനെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. മിനൽ മുസ്ലിഹി, മുസ്ലിഹിനേക്കാൾ. ആരാണ് കുഴപ്പം ഉദ്ദേശിച്ചത് പറയുന്നത്, ആരാണ് ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതൊക്കെ അള്ളാഹ്ക്കറിയാം. അതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുക. ഇത് ഗൗരവത്തോടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഗീബത്ത് പോലെ തന്നെ മാരകമായ നിലക്കുള്ള പാപമാണ് നമീമത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സ്വഭാവ ദൂഷ്യത്തിൽ നിന്നും നാം വിട്ടുനിൽക്കുക. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മാത്രം നമ്മുടെ അവയവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന, ചലിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപാകതകളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.